ഇവര് പ്രധാന കായിക ഹസനുൽ ബന്ന ഉണ്ടാക്കിയ കായികയാണ് നമ്മൾ മുമ്പത്തെ ഒരു ദർസിൽ പറഞ്ഞിരുന്നത്. എന്തായിരുന്നത്? നജ്തമിഉ ബിമാ ഇത്തഫഖ്നാ അലൈഹി വയഅദുറു ബഅദുനാ ബഅദൻ ഫീമാ ഇഖ്തലഫ്നാ ഫീഹി. അല്ലേ, നമ്മൾ ഒരേ അഭിപ്രായത്തിലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് സഹകരിച്ചിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ആയതിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പരസ്പരം ഒഴിവ് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം റാഫിളി പ്രശ്നമില്ല, റാഫിളിയാക്കളെ പ്രശ്നമില്ല, ഊസികൾ പ്രശ്നമില്ല, സൂഫികളെ പ്രശ്നമില്ല, ജമാഅത്ത് തബ്ലീഗ് പ്രശ്നമില്ല. കാരണം എന്താണ്, അവരിലൊക്കെ കുറച്ച് നല്ലതുണ്ടാവല്ലോ. അപ്പൊ എല്ലാവരും അള്ളാഹിനെ ആരാധിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എല്ലാവരും ഖുർആൻ ഉണ്ട് വിചാരിക്കുക, എല്ലാവരും നിസ്കരിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുക. അപ്പൊ അതിലൊക്കെ എന്ത് ചെയ്യുക, ഒരുപോലെ സഹകരിച്ചിട്ട് പോവുക. അതിൽ ഖിലാഫിലായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്താ നോക്കണ്ട. അപ്പൊ ഇതാരുണ്ടാക്കിയ കായികമാണ്? ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപകനായിട്ടുള്ള ഹസനുൽ ബന്ന ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ബശരിയാക്കളെന്നോ ജഹ്മി സൂഫി എല്ലാവരും എന്താണ് ഒരേപോലെ അവർക്ക്. ഇത് ഇസ്ലാമിന്റെ കായികകൾ, ഇസ്ലാമിന്റെ ഉസൂലുകൾ തകർത്ത് കളയുന്ന കാര്യമാണ് ഈ ഒരു കായിക. കാരണം എന്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറു ബിയദി. ഒരു മുൻകർ കണ്ടു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യട്ടെ, നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അവൻ കൈകൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞല്ലോ, വതആവനു അലൽ ബിർരി വത്തഖ്വ എന്ന് പറഞ്ഞു, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയിലും തഖ്വയിലാണ് പരസ്പരം സഹകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. തിന്മയിൽ എന്ത് ചെയ്യരുത്, നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് പാപത്തിലും. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇസ്ലാമിന്റെ ഉസൂലുകളെ തകർത്ത് കളയുന്ന കായികയാണിത്. അതുകൊണ്ടാണ് ശൈഖ് മുബീർ റഹിമഹുള്ളാഹിന്റെ അടുത്ത് ഒരു ബൈദാനി വന്നിട്ട് പറയുന്നത്, നമ്മളുടെ എന്താണ് അഖീദന്റെ ഖബറിന്റെ വിഷയത്തിന്റെ കാര്യത്തിൽ, ഖബർ ശിക്ഷയുടെ കാര്യത്തിൽ നമ്മൾ ഒരേ അഖീദ അല്ലേ, പിന്നെ അള്ളാഹുവിനെ നമ്മളെ കാണുന്നുള്ള വിഷയത്തിൽ നമ്മുടെ ഒരേ അഖീദ അല്ലേ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അപ്പൊ ശൈഖ് മുബീർ തിരിച്ചു ചോദിക്കും, ഡെമോക്രസീന്റെ വിഷയത്തിൽ നമ്മുടെ അഖീദ ഒന്നാണോ? അതുപോലെ തന്നെ സിന്ദാനി എന്ന് പറഞ്ഞാൽ ഇഖ്വാനി ആയിട്ടുള്ള പേച്ച ആളാണ്, ഇയാളുടെ വിഷയത്തിൽ നമ്മുടെ അഖീദ ഒന്നാണോ? അങ്ങനെ ഓരോന്ന് ശൈഖ് മുബീർ റഹിമഹുല്ലാഹ് അങ്ങോട്ട് ചോദിക്കും. മനസ്സിലായില്ല? അപ്പൊ അതും എന്താണ്, നമ്മൾ വേറെ ഒരു മുമയ്യന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്, തമയ്യയിലാകപ്പെട്ട, അതായത് അലിഞ്ഞു ചേരാ, എല്ലാവരും എടുക്കുക. ഒരു നല്ല ഇബാദത്തൊക്കെ ഉള്ള ആൾക്കാരാണ്, ഒരു കുറെ കിതാബൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഈ വിഷയത്തിൽ തെറ്റുപറ്റി ഖലാസ്, നമുക്ക് അയാളെ ആ വിഷയം മാത്രം നമുക്ക് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അത് ഇഖ്വാനികളുടെ കായികമാണ്. മനസ്സിലായില്ലേ? നമ്മൾ തെറ്റുപറ്റിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അത് ഉപേക്ഷിക്കുക. നമ്മൾ ഇത്തിഫാഖായിട്ടുള്ള ഒരുമിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് പങ്കുചേരാം എന്ന് പറയുന്ന കായിക ആരെ കായികമാണ്? ഇഖ്വാനികളുടെ കായികമാണ്. ആ കായികമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഹിസ്ബികൾ എന്തായിട്ടുള്ളത്, ഈ കേന്നന്മാരല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സെലഫിയത്ത് വാദിച്ചിരുന്ന ആൾക്കാർ എന്തായിട്ടുള്ളത്, ഇപ്പോ അത് അവരാ മാർഗത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ അധികം ആൾക്കാർ ദുനിയാവിന്റെ ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. പല ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സഹോദരന്മാരും ഇപ്പോൾ ദുനിയാവിന്റെ പിന്നാലായി പോയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആഫിയ വസ്സലാം.